ത്രിദിന അന്ധകാരത്തിനായി ഒരുങ്ങുക. നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള വഴികൾ ഇവയൊക്കെയാണ്. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക. അതായത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുകയും അവയിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിഹാരം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിക്കും. വ്യക്തിപരമായി എന്നെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറയുക. രക്ഷ പ്രാപിക്കാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും വേണ്ടി നിങ്ങളുടെ മുഴുവൻ ശരണവും എന്നിൽ അർപ്പിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുക. എല്ലായ്പ്പോഴും വരപ്രസാദാവസ്ഥയിലായിരിക്കുക. എല്ലാ ദിവസവും നിങ്ങളെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുക. പിശാചിന്റെ മേൽ പൂർണ്ണമായും ആധികാരികമായും വിജയം നേടുന്നത് അവളാണ്. ഈ അന്ത്യനാളുകളിൽ നിങ്ങൾക്ക് സംരക്ഷണത്തിനുള്ള മാർഗവും നിങ്ങളുടെ ജീവിതത്തിന് പോഷണവുമായി എൻ്റെ പിതാവ് നൽകിയിരിക്കുന്നതും അവളെയാണ്. ഇടയ്ക്കിടെ അരൂപിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും മനസ്താപപ്രകരണം ചൊല്ലുകയും ചെയ്യുക. ലിയോ 13 പാപ്പ രചിച്ച മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന പൂർണ്ണ രൂപത്തിലുള്ളത് ചൊല്ലുകയും നിങ്ങളുടെ സഹനങ്ങളെല്ലാം പ്രാർത്ഥനാപൂർവം സഭയുടെ നവീകരണത്തിനായി കാഴ്ചവെക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും പരിഹാര പ്രവൃത്തികൾ ചെയ്യുകയും ജപമാല ചൊല്ലുകയും ചെയ്യുക. എല്ലാ ജനലുകളും ഭദ്രമായി അടയ്ക്കുക. പുറത്തേക്ക് നോക്കാതിരിക്കുക. ഒരാശീർവദിച്ച മെഴുകുതിരി കത്തിച്ചു വെക്കുക. അനേക ദിവസങ്ങളിലേക്ക് ആ ഒരു മെഴുകുതിരി മതിയാകും. ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലുകയും ചെയ്യുക. അനേകം ആത്മാക്കളെ രക്ഷിക്കാനായി പരിത്യാഗം ചെയ്ത് കാഴ്ചവെക്കുകയോ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. വീടിന് പുറത്തേക്ക് പോകരുത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കരുതി വെക്കുക. പ്രകൃതി ശക്തികൾ ഇളകുകയും അഗ്നിമഴ മനുഷ്യരെ ഭയം കൊണ്ട് വിറകൊള്ളിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. വാതിലുകളിൽ നിന്നും ജനാലകളിൽ നിന്നും അകന്നു നിൽക്കുക. യാതൊരു കാരണവശാലും പുറത്തേക്ക് നോക്കുകയോ പുറത്തു പോവുകയോ ചെയ്യരുത്. പുറത്തുനിന്ന് വിളിക്കുന്ന ആരുമായും സംസാരിക്കാൻ നിൽക്കരുത്. കാരണം അഭയകേന്ദ്രങ്ങൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുന്നവരെ വശീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനായി ദുഷ്ടാരൂപികൾ വഞ്ചനാപരമായി മറ്റുള്ളവരുടെ ശബ്ദം അനുകരിച്ച് നിങ്ങളെ വിളിക്കും. പുറത്തേക്ക് നോക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്ന ഏതൊരാളും ഉടനടി കൊല്ലപ്പെടും. വെഞ്ചരിച്ച മെഴുകുതിരി കത്തിച്ചു വെക്കുക. നിങ്ങൾക്ക് പ്രകാശം കിട്ടാൻ ഇത് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. എന്നാൽ ഇവ ദൈവഭയമില്ലാത്തവരുടെയും പാപികളുടെയും ഭവനങ്ങളിൽ കത്തുകയില്ല. വിശ്വാസികളുടെ ഭവനങ്ങളിൽ ഒരിക്കൽ കത്തിച്ചാൽ അത് പിന്നെ ഒരിക്കലും അണഞ്ഞു പോവുകയുമില്ല.